നമസ്കാരം. വളരെ സന്തോഷത്തോടെ ഹിപ്പ് ഹോപ്പ് ഡാൻസ് ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ തിയറി ക്ലാസ്സും പ്രാക്ടിക്കൽ ക്ലാസ്സുമായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2 നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഗ്രൂവിൻ്റെ തേർഡ് സ്റ്റെപ്പ് എന്താണ് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം പ്രാക്ടിക്കൽ ക്ലാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് രാജേഷ് മാസ്റ്റർ ഉണ്ട്. വളരെ സന്തോഷത്തോടെ മാസ്റ്ററെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ആണ് പ്രാക്ടീസ് ചെയ്തത്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ വളരെ മെയിൻറ്റൈൻഡ് ആയിട്ട് വെയിറ്റിംഗ് ആണ് സ്റ്റെപ്പ് 3 എന്താണ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോ നമുക്ക് സ്റ്റെപ്പ് 3യിലേക്ക് കടക്കാം അല്ലേ? താങ്ക് യു മാം. ഹലോ ഗൈസ്, അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗ്രൂവിൻ്റെ നമ്പർ 1 പഠിച്ചു, നമ്പർ 2 പഠിച്ചു. അപ്പം നമ്മൾ ഓരോ എപ്പിസോഡിലും നമ്മളെല്ലാം ചെയ്ത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്കത് പഠിക്കണം. പക്ഷേ നിങ്ങളത് ചെയ്ത് നോക്കണം. ഒരു തവണ ചെയ്താൽ പോരാ, 2 തവണ ചെയ്താൽ പോരാ. എത്രയും തവണ ചെയ്യുന്നോ അത്രയും നിങ്ങളുടെ സ്റ്റൈല് അത്രയും നല്ല ബ്യൂട്ടിഫൈ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ എത്രയും തവണ ചെയ്യുന്നോ ബ്യൂട്ടിഫൈ ആയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ കൂടുതൽ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസ് 3 ആണ്, ഗ്രൂവിൻ്റെ ബേസ് 3. ഓക്കെ, ബേസ് 3 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നമ്പർ 1 പഠിച്ചു, നമ്പർ 2 പഠിച്ചു. ഫസ്റ്റ് ഞാൻ ഈ ബേസ് 3 2 പാർട്ടാക്കി ബൈസെക്ട് ചെയ്ത് പഠിപ്പിക്കും. ഓക്കെ, നമ്മൾ ഫ്രണ്ട് ആണ് ആദ്യമേ പഠിക്കാൻ പോകുന്നത്. ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മുടെ റൈറ്റ് ലെഗ് ഉണ്ടല്ലോ, ഫ്രണ്ടിലോട്ട് വെച്ചു, ജസ്റ്റ് ഇത്രയും പഠിച്ചു. എന്താ, ഫ്രണ്ടിലോട്ട് വെച്ചു, ബാക്കിലോട്ട് വെച്ചു, ഫ്രണ്ടിലോട്ട് വെച്ചു, ബാക്കിലോട്ട് വെച്ചു. ഓക്കെ, ഫ്രണ്ട് ബാക്ക് ആദ്യമേ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് അതിൽ ഗ്രൂവ് ആഡ് ചെയ്യാം. ഗ്രൂവ് എന്തുവായിരുന്നു? ഗ്രൂവ് നമ്മൾ റൈറ്റ് ലെഗ് നമ്മൾ ഫ്രണ്ടിലോട്ട് വെക്കുമ്പോഴത്തേക്ക് ഏത് പോസ്ചറിൽ ചെല്ലണം? ബോഡി ഈ പോസ്ചറിൽ ചെല്ലണം. ഓക്കെ, ദെൻ തിരിച്ചു വരുമ്പോൾ ഏത് പോസ്ചറിൽ വേണം? ബോഡി ഈ പോസ്ചറിൽ വേണം. ഓക്കെ, അപ്പം 1 2 3 4 1 2. ഓക്കെ, ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ ഓരോ ഗ്രൂപ്പ്സും ചെയ്യുമ്പം ഏതൊക്കെ ബോഡി പാർട്ട് നമുക്ക് ആഡ് ചെയ്യണം. ഹെഡ് ആഡ് ചെയ്യണം, ഷോൾഡർ ആഡ് ചെയ്യണം, ഹിപ്പ് ആഡ് ചെയ്യണം, നീ ആഡ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ റൈറ്റിൻ്റെ ജസ്റ്റ് വിത്ത് ഹാൻഡ് കാണിച്ചു തരാം. അപ്പം ഹാൻഡിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഏതായിരുന്നു? 1. ഓക്കെ, 1 2 1 2. ഓക്കെ, 1 ഈ പോസ്ചർ ചെല്ലണം. ഈ പോസ്ചർ ഇരിക്കും. നമ്മുടെ ഹാൻഡ് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ഷോൾഡർ ലെവലിൽ ഇങ്ങനെ ഇരിക്കണം. ചുമ്മാ ഇങ്ങനെ ഒന്നും നിന്നാൽ പോരാ, അല്ലെങ്കിൽ ഇങ്ങനെ നിന്നാൽ പോരാ. എപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഈച്ച് ആൻഡ് എവരി ബോഡി പാർട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മൾ കൊടുക്കേണ്ടത് ചെസ്റ്റും ഹാൻഡും നീസിനുമാണ്. പിന്നെ ലെവലും ഉണ്ട്. ഞാൻ അത് പിന്നെ പറഞ്ഞു തരാം ലെവലിനെ പറ്റി. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബ്രീഫായിട്ട് പറഞ്ഞു തരാൻ, നമുക്ക് ബോഡി ഒത്തിരി ലെവൽസ് ഉണ്ട്. ഓക്കെ, ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ചുമ്മാ ഞാൻ ജസ്റ്റ് പറയാം. ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു ആളുടെ ഹൈറ്റിക്കൽ ലെവൽ 1. ഓക്കെ, ലെവൽ 2 എന്ന് പറയുമ്പോൾ മിഡ്, നമ്പർ 2 എന്ന് പറയുമ്പോൾ ഇതിന്റെ പാതി എടുക്കും. കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി അങ്ങനല്ല, നമ്മൾ ഓരോ സ്റ്റെപ്സ് അലൈൻ ചെയ്യുമ്പോഴും അതിൻ്റെ ലെവലുണ്ട്. നിങ്ങൾക്ക് സിംപ്ലി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അപ്പം ലെവൽ 1, ദെൻ നമ്മുടെ ഒരു മിഡ് വരുമ്പോൾ ലെവൽ 2. ഓക്കെ, ലെവൽ 3 എന്ന് പറയുമ്പോഴത്തേക്ക് ഡൗൺ എന്ന് വെച്ചാൽ ചില സ്റ്റെപ്സ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു ലെവൽ 3 ആണ്. അപ്പോൾ 1 ദെൻ 2. ഈ കൈ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെയാണ്. ഈ കൈയുടെ കറക്റ്റ് ലെവലിലാണ്. ഇത് ലെവൽ 1, ഇത് ലെവൽ 2, ദെൻ ലെവൽ 3. ഓക്കെ, ഇതാണ്. ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞോളൂ. ഇതിന്റെ ബ്രീഫ് ക്ലാസ് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് പറയാൻ സിമ്പിളായിട്ട് വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ ഈ നമ്മുടെ നീയുടെ പോസ്ചർ നമുക്ക് ആക്ച്വലി ഈ ഹാൻഡിന്റെ ഉണ്ടല്ലോ, ലെവൽ 2 പോയിന്റ് വേണം എത്താൻ. ഓക്കെ, 1 2 1 2. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡ് ആംഗിളോട് ജസ്റ്റ് ഞാൻ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു. അപ്പം ലെവൽ ശ്രദ്ധിച്ചോണം. എൻ്റെ ചെസ്റ്റിൻ്റെ പമ്പും എല്ലാം ഓയിച്ചാൻ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നീസിൻ്റെ പോസ്ചറും ഹാൻഡിൻ്റെ പോസ്ചറും മാത്രം ചെയ്ത് കാണിക്കുക. ഇത് ഞാൻ ഷോൾഡറും ചെസ്റ്റും ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 1.1 2
1 2. ജസ്റ്റ് ഈ സൈഡോട്ട് ഒന്ന് കാണിച്ചു തരാം. 1 2 1 2. ഇത് ജസ്റ്റ് ഇനി ചെസ്റ്റ് ഒന്ന് പമ്പ് ചെയ്തുകൂടെ സൈഡ് ആംഗിൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, 1 2 1 2 1 2 1 2. ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിന്റെ സ്ലോ ടെമ്പോയിൽ നിന്ന് മാറ്റി നമ്മൾ 2x ടെമ്പോ, 2x മീൻസ് അതിന്റെ 1ന്റെ മൾട്ടിപ്ലൈ ബൈ 1 മീൻസ് നമ്മൾ ഇതിന്റെ ഇരട്ടി സ്പീഡ് ജസ്റ്റ് സ്മോൾ ടെമ്പോയിൽ നമ്മൾ ഇതൊന്ന് കൂട്ടി കാണിക്കും. ഓക്കെ, 1 2 2 2 2. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്തുവായിരുന്നു, ഇതിന്റെ ജസ്റ്റ് നമ്മൾ ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് റൈറ്റ് ചെയ്ത അതേ പ്രോസസ്സ് നമ്മൾ ലെഫ്റ്റിലും കണ്ടിന്യൂ ചെയ്യുക. എന്തുവാ, ലെഫ്റ്റിൽ ആദ്യമേ നമ്മൾ എന്തുവാ ചെയ്യുന്നത്, ലെഫ്റ്റ് ലെഗ് ജസ്റ്റ് ഓപ്പൺ ചെയ്തു ഫ്രണ്ടിലോട്ട്, ദെൻ ബാക്ക് വന്നു. 1 2 1 2 1 2. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നമ്മൾ ഗ്രൂവ്സ് ആഡ് ചെയ്ത് ചെയ്യാൻ പോകും. 1 2 1 2 1 2 1 2. ഇത് ജസ്റ്റ് ഒന്ന് എളുപ്പം ഞാൻ സൈഡ് ആംഗിൾ ഒന്ന് ജയിച്ച് കാണിച്ചുതരാം. 1 2 1 2 1 2. ഓക്കെ, ഇനി ഇതും ടെമ്പോ ഒന്ന് കൂട്ടി കാണിച്ചു തരാം. ഓക്കെ, 1 2 1 2 1 2 3 4. ഓക്കെ, ഇനി ഇത് സ്ലോ ആയിട്ട് ഞാൻ രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, ദെൻ സ്പീഡ് ചെയ്യുന്നു. 1 ചെയ്തു, 2 ചെയ്തു, 1 2 ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം. 3 2 1 ഗോ. 1 2 3 4 5 6 7 8. ഓക്കെ, ഒന്നുകൂടെ 3 2 1 ഗോ. 1 2 3 4 5 6 7 8. ഓക്കെ, ഇതായിരുന്നു ഫ്രണ്ട്. അപ്പൊ നമ്മൾ ഈ രണ്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റിന്റെ ഫ്രണ്ട് പഠിച്ചു. ഇനി ഇത് തന്നെ നമ്മൾ ജസ്റ്റ് ബാക്ക് പഠിക്കുക. ഒത്തിരി സമയം ഞാൻ നിങ്ങളുടെ എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇതേ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക, പക്ഷേ ബാക്കിലോട്ടാന്നേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ഓരോ ലെഗും ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ 1 2 1. ഞാൻ ഇത് ഗ്രൂവ് ആഡ് ചെയ്യുന്നില്ല. 2 1 2. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഗ്രൂവ് ആഡ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഗ്രൂവ് ആഡ് ചെയ്യണം, ബോഡിയുടെ കറക്റ്റ് പോസ്ചർ നമുക്ക് അറ്റൈൻ ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ് ഏതായിരുന്നു, 1, then 2 1 2 1 2. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് റൈറ്റ് ഞാൻ സ്പീഡ് കൂട്ടി ടെമ്പോ കൂട്ടി ഒന്ന് ചെയ്ത് കാണിക്കും. ദാറ്റ്സ് ഇറ്റ്. 3 2 1 ഗോ. 1 2 1 2 1 2 3 4. ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഇതിൻ്റെ ലെഫ്റ്റ് കോംബോ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇതും ഇതേ തന്നെ നമ്മൾ പഠിച്ച സാധനം തന്നെ അതേ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ലെഫ്റ്റിലേക്ക് ആദ്യമേ ഓപ്പൺ ചെയ്തു, ദെൻ തിരിച്ചു വന്നു, ഓപ്പൺ ചെയ്തു, തിരിച്ചു വന്നു, ഓപ്പൺ ചെയ്തു, തിരിച്ചു വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഗ്രൂവ് ആഡ് ചെയ്യണം, ബോഡി പോസ്ചർ നമുക്ക് അറ്റൈൻ ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ഏതാണ് നമ്മുടെ 1. ഓക്കെ, ദെൻ 1 2 1 2 1 2. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ടെമ്പോ കൂട്ടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. ലെഫ്റ്റിൻ്റെ 1 2 1 2 1 2 1 2. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പോവാം. നമ്മൾ ഏത്, ബാക്കിൻ്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആഡ് ചെയ്ത് നമ്മൾ ചെയ്യാൻ പോവാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 1 2 3 4 5 6 7 8. ഇനി ഇതേ സാധനം നമ്മൾ ടെമ്പോ കൂട്ടി ചെയ്യാൻ പോകും. ദാറ്റ്സ് 3 2 1 ഗോ. 1 2 3
4 5 6 7 8. ഇനി ഇതേ തന്നെ നമ്മൾ സൈഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, 3 2 1 ഗോ. 1 2 3 4 1 2 3 4. ഇനി നമ്മൾ സ്പീഡ് കുറച്ച് 1 2 3 4 1 2 3 4. ഓക്കെ, ഇത്രയേ ഉള്ളായിരുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് സെക്ഷനിൽ പ്ലീസ് എന്തുവാണെന്നുണ്ടെങ്കിലും പറയുക. നമ്മൾ അപ്പോഴേ അത് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്ത് കാണിക്കും. താങ്ക് യു ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 പഠിച്ചു. സ്റ്റെപ്പ് 3 എന്ന് പറയുമ്പോൾ നമ്മൾ സൈഡ് പഠിച്ചു, അല്ല ഫോർവേഡ് ബാക്ക്വേർഡ് പഠിച്ചു. ഓക്കെ, അപ്പോൾ സൈഡ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ്സിലായിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പം നമ്മൾ ഫോർവേഡ് ബാക്ക്വേർഡ് സ്റ്റെപ്സ് പഠിച്ചു. പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പുമായിട്ട് കാണാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ഡാൻസർ ആവാൻ സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാവരും നന്നായിട്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.